വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ സ്കൂൾ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാവുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഷോർട്സ് ഒക്കെ പറ്റുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ദിവസത്തേക്ക് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് വ്ളോഗ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ പേരും വോട്ട് ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗ്സ് വേണം എന്നാണ്. സോ ഐ തോട്ട് സംതിങ് ടു ഡു ഡിഫറെൻറ്റ്. അപ്പോൾ ഇന്ന് ഒരു ഇതാണ് വോയിസ് കുറച്ച് വെച്ചേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ ട്രാവൽ വ്ളോഗാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലുള്ള റിവർ ലാൻഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഐ ഓൾവേസ് പ്രിഫർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലേസസ്. അപ്പോൾ ഇതും നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലേസ് ആണ് റിവർ ലാൻഡ് എന്ന് പറയുന്നത്. പെർ ഹെഡ് 30 dirhams ആണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനകം എന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് കാണട്ടെ, അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എൻട്രി ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. 30 dirhams ആണ് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഇവിടെ ആക്ച്വലി എല്ലാം ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പോകാനായിട്ട് നല്ല രസമാണ് കേട്ടോ. UAE ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് പകലും നല്ല തണുപ്പാണ്, രാത്രിയിലും നല്ല തണുപ്പാണ്. പക്ഷെ പകൽ ആ ഒരു ചെറിയ വെയിലും കൂടെ ഉള്ളപ്പോൾ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പം അങ്ങനെ വളരെ ഒരു കാം ആൻഡ് കൂളായിട്ട് നമുക്ക് ഒരു വെസ്റ്റേൺ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ട സമയത്ത് എന്നോട് ഈ ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് അപ്പോഴേ തന്നെ മെസ്സേജ് വന്നിരുന്നു. അപ്പം അതും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇത് ആക്ച്വലി വെൽവെറ്റ് വുളൻ ക്ലോത്ത് ആണ് ഇട്ടേക്കുന്നത്. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇവിടുന്ന് UAE തന്നെ ഞാൻ പിക്ക് ചെയ്തതാണ് കേട്ടോ ഇത്. പിന്നെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ണിൽ ഇല്ല, ഞാൻ ഇതുവരെ ലെൻസ് ഒന്നും കണ്ണിൽ വെച്ചിട്ടില്ല. അപ്പോൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ചെറിയൊരു ലൈറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നിയതാവും. ഞാൻ ലെൻസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യം പറയാം. അപ്പോൾ ദേ ഇതിൻ്റെ പേര് പോലെ തന്നെ റിവർ ലാൻഡ് എന്നാണല്ലോ ഇതിൻ്റെ പേര് പോലെ തന്നെ ദേ അവരൊരു റിവറൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബ്രിഡ്ജും അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെസ്റ്റേൺ കൾച്ചർ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതവർ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനകത്ത് തന്നെ കുറച്ച് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് ഒരുപാട് അമ്യൂസ്മെൻ്റ് ആയിട്ടുള്ള പാർക്കുകളുണ്ട് കേട്ടോ. ഇതിന് പുറത്തും ഉണ്ട്. ആ പുറത്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ഞാൻ പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്തോട്ട് കയറിയില്ല. എനിക്ക് പൊതുവെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും. അതിനകത്ത് റൈഡ്സിലൊന്നും കയറാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല. പിന്നെ അല്ലാതെ ഇങ്ങനെയുള്ള കാഴ്ചകളും അതൊക്കെ അത് തന്നെ നമുക്കൊരു നല്ല വിഷ്വൽ ട്രീറ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ പുറമേ നിന്നെല്ലാം കണ്ടതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രിഡ്ജ്. അത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂവിൻ്റെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കാണാനായിട്ട് നല്ല രസമാണ്. ശരിക്കും നമ്മളൊരു വെസ്റ്റേൺ രാജ്യത്തെത്തിയ ഒരു ഫീല്, നമുക്ക് ഒരു യൂറോപ്യൻ രാജ്യത്തെത്തിയ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അത്ര ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ പറയുന്നത് ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഈ കാണുന്നത്, അതായത് ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണ് റിവർ ലാൻഡിൽ. അതായത് ഓരോ രാജ്യത്തെയും എന്താണോ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം, അതിലെ മോണുമെൻ്റ് ആവാം, ബിൽഡിംഗ് ആവാം, അപ്പോൾ അത് ഇങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഈഫിൽ ടവർ, ഇതേപോലെ നമ്മുടെ താജ്മഹൽ, ഈജിപ്തിലെ മമ്മി. അപ്പോൾ ഇതെല്ലാം അവരിങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ താജ്മഹലൊക്കെ അവിടെ കാണാം. അപ്പോൾ പിന്നെ എനിക്ക് പേരറിഞ്ഞൂടാതെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുള്ളൂ. പക്ഷേ അതെല്ലാം അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നതും എനിക്ക് പെട്ടെന്ന് ക്ലിക്കായ സംഭവങ്ങളുമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതേപോലെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്തൊക്കെ പോകാനും വരാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനിതേപോലെ മാക്സിമം ഈ കാഴ്ചകളൊക്കെ കണ്ട്, പിന്നെ ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് അഭിനയിച്ചൊക്കെ നടക്കുകയാണ് കേട്ടോ. കാരണം എന്തായാലും നമ്മളൊരു വ്ളോഗ് എടുക്കുന്നതല്ലേ, അപ്പം അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ ഭംഗി തന്നെയായിരുന്നു കേട്ടോ.
ഓരോ രാജ്യത്തിൻ്റെയും. അപ്പം നമ്മുടെ താജ്മഹലൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവമേ, ഒരു ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്താണല്ലോ താജ്മഹലൊക്കെ അവിടെ വെച്ചേക്കുന്നത്. അപ്പം അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി ഫുഡ് കോർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് അവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡും കൂടെ ചേർത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 50 dirhams ആണ്. ഞാനത് നേരത്തെ മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 30 dirhams ആണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡിനൊന്നും ഓർഡർ കൊടുത്തില്ല, നമ്മൾ പുറത്ത് പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ 30 dirhamsൻ്റെതാണ് പ്രിഫർ ചെയ്തത്. പിന്നെ ഇഷ്ടംപോലെ ഫുഡ് കോർട്ട് ഉണ്ട്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അകത്തും ഉണ്ട് പുറത്തും ഉണ്ട്. പുറത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്നത് കുറച്ച് ഹെവിയാണ്, അത് നല്ല കോസ്റ്റ്ലി എന്ന് വെച്ചിരുന്നാൽ ഒരു 300 above ആണെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഫിസ കാർഡ് അങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ റിഡക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്തും ഉണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളതുണ്ട്. അപ്പോൾ അതിന് വേറെ സ്പെഷ്യൽ ടിക്കറ്റാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും ഞാൻ ഈ കറങ്ങി നടന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ബേസിസിലുള്ള ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല വർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഫുള്ള് ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു രാജ്യം പോലെ നമ്മൾ കാണുക. അപ്പോൾ എനിക്കതാണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പം അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കയറണം എന്നുള്ളവർക്കാണെങ്കിലും ഫുഡിനാണെങ്കിൽ ഫുഡുണ്ട്, അല്ലാതെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിൽ കയറണം എന്നുള്ളവർക്കാണെങ്കിൽ അതിന് പറ്റുന്നതുണ്ട്. ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനും പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ഞാനിത് പറയണമെന്ന് വിചാരിക്കും, പക്ഷേ പറയാനായിട്ട് മറന്നു പോകും. ഇനി റൈഡ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ ഹെവി ആയിട്ടുള്ളത് ആ റൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള റൈഡാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ന് വെച്ചിരുന്നാൽ ഞാൻ ആദ്യം ഒരു ബ്രിഡ്ജ് കാണിച്ചല്ലോ. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഇപ്പം ഞാൻ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുക, അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ താഴെ നിന്ന് കണ്ട ആ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ഈഫിൽ ടവറും ഒക്കെ ഞാനിപ്പോൾ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്ഥായി ഭാവം. ഇത്രയൊക്കെ നടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ കുഴഞ്ഞ് എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥിരം വെസ്റ്റേൺ സ്റ്റൈലൊക്കെ അങ്ങ് മാറി നമ്മൾ ചമ്മണം പൂട്ടി അങ്ങ് ഇരുന്നു. ഞങ്ങൾ ചമ്മണം പൂട്ടി ഇരിക്കുകയെന്നാണ് പറയാറ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. എന്തായാലും പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാതിരിക്കുക അതൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊരു മിററിൽ നോക്കി എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ UAE വിസിറ്റിങ്ങിന് വരുന്നവരും അല്ലാതെ ഉള്ളവർക്കൊക്കെ പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.